ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് സഫാരിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നാഗർഹോളയിൽ 3 സഫാരി ഗേറ്റുകളാണുള്ളത്. ഒന്ന് കാക്കനക്കോട്ടയാണ്, ഇതിനെ തന്നെയാണ് നമ്മൾ കബനി എന്നും പറയുന്നത്. 2 നാനാച്ചി ഗേറ്റും 3 വീരകസ്വനകളിലെയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കബനി അഥവാ കാക്കനക്കോട്ടയാണ്. നമ്മൾ സഫാരി നടത്തുന്നത് കാക്കനക്കോട്ടയിൽ തന്നെയാണ്. ഇവിടേക്ക് എറണാകുളത്ത് നിന്നും നിലമ്പൂർ, നാടുകാണി, ബന്ദിപ്പൂർ വഴിയും കോയമ്പത്തൂർ, സത്യമംഗലം വഴിയും പോകാവുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് സത്യമംഗലം വഴിയാണ്. കബനിയിൽ വീക്ക് ഡേയ്സിൽ 2 സ്ലോട്ടുകളാണുള്ളത്. അതിലൊന്ന് രാവിലെ 6 മണി മുതൽ 9 മണി വരെയും രണ്ടാമത്തത് വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമുള്ള 3 മണിക്കൂർ സഫാരികളാണ്. ശനി ഞായർ ദിവസങ്ങളിൽ മൊത്തം 6 സ്ലോട്ടുണ്ട്, രാവിലെയും വൈകിട്ടുമായിട്ട്. അതിൽ 1.5 മണിക്കൂറിൻ്റെയും 3 മണിക്കൂറിൻ്റെയും സഫാരികൾ അവൈലബിൾ ആണ്. സഫാരി നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യാനുള്ള സൈറ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 1 മാസം മുൻപ് വരെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. മിനിമം 2 ദിവസം മുൻപാണ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട്. അത് കഴിഞ്ഞാൽ അവർ സ്ലോട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ കിട്ടാത്തവർക്ക് നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ സഫാരിക്ക് മിനിമം 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെന്ന് ക്യൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടം പിടിക്കാൻ നോക്കണം. കാരണം അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും, ടിക്കറ്റ് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. നോർമൽ ഡേയ്സിൽ തിരക്ക് അല്പം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ടൈഗർ സൈറ്റിങ്ങിന് ചാൻസ് കൂടുതൽ വൈകിട്ടത്തെ സഫാരിയാണെന്നാണ് പൊതുവേ പറയാറ്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. കാരണം എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളതെല്ലാം വൈകിട്ടത്തെ സഫാരിയിലാണ്. പക്ഷേ രാവിലത്തെ സഫാരിയിൽ കാട് കുറച്ചുകൂടി ഭംഗിയായി തോന്നാറുണ്ട് കാണാനായിട്ട്. ഈ 2 സഫാരി സെലക്ട് ചെയ്താലും നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലത്തെ 6 മണിക്കുള്ള സഫാരിക്കാണെങ്കിൽ നമ്മൾ 5:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തലേ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ റൂമിൽ നിന്ന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വൈകിട്ടത്തെ 6 മണി വരെയുള്ള സഫാരിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സഫാരി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരേണ്ടത് ഒന്ന് ബന്ദിപ്പൂർ വഴിയോ അല്ലെങ്കിൽ സത്യമംഗലം വഴിയോ ആണ്. ഈ 2 കാർഡും രാത്രി 9 മണിക്ക് അടയ്ക്കുന്നതാണ്. സഫാരി സെൻറ്ററിൽ നിന്ന് ബന്ദിപ്പൂരേക്ക് 95 കിലോമീറ്ററും അതുപോലെ സത്യമംഗലത്തേക്ക് 150 കിലോമീറ്ററിനും അടുത്തുണ്ട്. 9 മണിക്ക് മുമ്പ് ഇത്രയും ദൂരം ഓടിയെത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ളത് ബാവലി വഴി മാനന്തവാടിയിലെത്തി അവിടെ നിന്ന് പോരുക എന്നുള്ളതാണ്. പക്ഷേ ആ ചെക്ക് പോസ്റ്റ് വൈകിട്ട് 6 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. അതുമാത്രമല്ല ആ റോഡാണെങ്കിൽ വളരെ മോശം അവസ്ഥയിലാണ്. ഒരു 15 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. ഞാൻ മുൻപ് താമസിച്ചിട്ടുള്ള 2 റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതേ നമ്മളങ്ങനെ സഫാരി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അകത്ത് പോയി സഫാരിയുടെ ടിക്കറ്റ് കാണിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതേ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ട് അവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് പോകേണ്ട ബസ് ഏതാണെന്നും നമ്മുടെ സീറ്റ് നമ്പർ ഏതാണെന്നും അവരൊരു ചെറിയ പേപ്പറിൽ നമുക്ക് എഴുതി തരും. ഇനി ഓൺലൈൻ ചെയ്യാത്തവരാണെങ്കിലും നേരെ ആ കൗണ്ടറിൽ ചെന്നാൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇതിവിടെ ഈ ബിൽഡിങ്ങിൽ കുറേ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ടൈഗറിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. ഓരോ ഫോട്ടോയുടെയും താഴെ അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കടുവയുടെ ജീവിത രീതി, അതിൻ്റെ ബോഡിയുടെ സവിശേഷതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സഫാരി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ റോഡിലോട്ട് കയറി ഈ റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ നേരെ പോയി കഴിയുമ്പോൾ നമ്മൾ സഫാരിയുടെ റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഈ സഫാരി റൂട്ടിൽ നല്ല പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് പ്ലെയിൻ ഗ്ലാസോ മാസ്കോ ഒക്കെ പറ്റുന്നവരൊന്ന് കയ്യിൽ കരുതിയേക്കുക. ആനിമൽ സൈറ്റിംഗ് ഒരു ഭാഗ്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഇവിടുത്തെ സഫാരി നടത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകൾ മാക്സിമം ആനിമൽ സൈറ്റിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകൾ കുറച്ച് കൂടുതൽ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആനിമൽ സൈറ്റിംഗ് കിട്ടിയില്ലെങ്കിലും ഈ കബനിയിൽ നടത്തുന്ന സഫാരിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടുത്തെ കാടിന് ഒരു പ്രത്യേക ഭംഗിയാണ് തോന്നാറുള്ളത്. സഫാരിയിൽ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് ഇതാണ് കേട്ടോ.
ഇതേ 2 പന്നിക്കുട്ടന്മാർ നിൽപ്പുണ്ട്. വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ആകെ കൺഫ്യൂഷനായി നിൽക്കുവാണെന്ന് തോന്നുന്നു. ഓടിപ്പോകണോ അതോ അവിടെ തന്നെ നിൽക്കണോ എന്നറിയാൻ വയ്യാതെ ഒരു കൺഫ്യൂഷൻ മട്ടിലാണ് അവരുടെ നിൽപ്പ്. ഇതേ അവിടെ ഒരു കൊമ്പൻ നിൽപ്പുണ്ടേ. നമ്മുടെ ബസ് അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ആൾ പതുക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു പോയതാണെന്ന് കരുതി വണ്ടി ഡ്രൈവർ മുമ്പോട്ടെടുത്തപ്പോൾ വണ്ടിയുടെ പുറകെ ഓടി വന്നു ആൾ. കൊമ്പനായതുകൊണ്ടാണ് ഇത്രയും പേടിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ടൈഗർ സൈറ്റിങ് കിട്ടി കേട്ടോ. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ജീപ്പിന് കുറേ മുന്നിലായിട്ട് മൺപാതയിൽ ആൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 15 മിനിറ്റോളം ആൾ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ വണ്ടികൾ കൂടി വന്നപ്പോഴേക്കും ആളത് ഈ കുറ്റിക്കാട്ടിൻ്റെ മറവിലോട്ട് മാറിയിട്ടുണ്ടേ. ഈ കാണുന്ന പാറ കൊണ്ടുള്ളൊരു കെട്ടില്ലേ, ഇവിടെയായിരുന്നു മുൻപ് ടെമ്പിൾ ഫീമെയിൽ എന്നൊരു ടൈഗർ സ്ഥിരമായിട്ട് വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി സ്റ്റേ ചെയ്യാനായി സഫാരി സെൻറ്ററിന് ഒരു 5 കിലോമീറ്റർ അടുത്തായി കുറേ റിസോർട്ടുകൾ അവൈലബിൾ ആണ്. ഇനി അതല്ല ബജറ്റ് ഫ്രണ്ട്ലി റൂംസാണ് നോക്കുന്നതെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ സഫാരി സെൻറ്ററിന് ഒരു 15 കിലോമീറ്റർ മുൻപായിട്ട് HD കോട്ട എന്ന സ്ഥലത്താണ് കിട്ടുക. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണുന്നതാണ് കേട്ടോ ഒരു സ്റ്റേ. ഇത് നമുക്ക് മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. കബനി ലോഡ്ജ് എന്നാണ് മേക്ക് മൈ ട്രിപ്പിൽ കാണിക്കുന്നത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇത്. ആ വഴിയാണ് നമ്മൾ വന്നത്. നമുക്കിനി സഫാരി സെൻറ്ററിലേക്ക് പോകേണ്ടത് ഈ റൂട്ടിലാണ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇനി റൂമൊന്ന് നമുക്ക് കാണാം. ഇത് വിശാലമായ റൂമാണ് കേട്ടോ, നല്ല സ്പേസുള്ള റൂമാണ്. വലിയൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചെറിയ മേശയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 കസേര ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ കർട്ടൻ്റെ അപ്പുറത്ത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അലമാരയുണ്ട്, ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. ഇനി വാഷ്റൂം കൂടി ഒന്ന് നോക്കാം. വാഷ്റൂമും നല്ല സ്പേസാണേ. വാട്ടർ ഹീറ്ററുണ്ട്, ഒരു വാഷ് ബേസിനുണ്ട്, അവിടെ ഒരു മിററുണ്ട്. പിന്നെ നീറ്റ്നെസ് ഒരു ആവറേജാണെന്ന് പറയാം. എനിക്കന്ന് റേറ്റ് വന്നത് 1000 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ലാവിഷായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. ഇപ്പോൾ കണ്ടയിടത്തു നിന്ന് നമ്മളൊരു 200 മീറ്ററും കൂടി സഫാരി സെൻറ്ററിൻ്റെ റൂട്ടിലോട്ട് പോകുമ്പോൾ അതേ റോഡ് സൈഡിലായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് മലയാളികൾ നടത്തുന്നതാണ് കേട്ടോ. നല്ല ഫുഡാണ്, നല്ല നീറ്റുമാണ്. ഇതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് രണ്ടാമത്തെ സ്റ്റേ. ഈ ഹോട്ടലിൻ്റെ പേര് റോയൽ ഇൻ എന്നാണ്. ഇതങ്ങനെ ഓൺലൈനായിട്ട് കാണിച്ച് തുടങ്ങിയിട്ടില്ല, കാരണം ഇത് 2 ആഴ്ച ആയിട്ടുള്ളൂ ഓപ്പണായിട്ട്. ഇവിടെ മൊത്തം 20 റൂമാണുള്ളത്. അതിലിപ്പോൾ 10 ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കി 10 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഓപ്പൺ ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ നമുക്ക് നല്ല സൗകര്യമുണ്ട്. ഇവിടുത്തെ റൂമൊന്ന് നമുക്ക് കാണാം. ഇതും നല്ല സ്പേസുള്ള റൂമാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. പിന്നെ ഇവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ ടേബിളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബെഡ് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്.
ഈ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്, അവിടെയും ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ഈ വാഷ്റൂമിലോട്ട് പോകുന്ന സ്ഥലത്തായിട്ട് ഒരു ചെറിയ കബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ 2 ബാത്ത് ടവലും വെച്ചിട്ടുണ്ട് കേട്ടോ. വാഷ്റൂമും നല്ല നീറ്റാണ്. ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ്. അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് സോപ്പ്, ഷാമ്പു, ചെറിയ 2 ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. ഇത് ഫാമിലിയായിട്ട് വരുന്നവർക്കാണെങ്കിലും പറ്റിയ സ്റ്റേ ആണ് കേട്ടോ. ഇത് 1400 രൂപയാണ് 2 പേർക്ക് വന്നത്. 2 സ്റ്റേയുടെയും കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക് യു.